എല്ലാവർക്കും മലപ്പുറം സ്റ്റോറീസിലേക്ക് സ്വാഗതം. ഇവിടെ കൂരിയാട് ദേശീയപാത ഭാഗത്ത് നിന്ന് വൈകുന്നേരം 5 വാഹനങ്ങൾ മൊത്തം കൂട്ടിയിടിച്ചിട്ടുണ്ട്. പരിക്കുകളൊന്നുമില്ല. പക്ഷെ ഒരു ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു, ആ ഓട്ടോറിക്ഷ പോയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇവിടെ ഹൈവേ പോലീസൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ താണി പൈസൽ അവരൊക്കെ ഇവിടെ ഉണ്ട്, സജീവായിട്ട് ഇവിടെ ഉണ്ട്. ഈ വണ്ടി നിയന്ത്രണം വിട്ടുകാണ്ട് ഇടിച്ചാണ് ഇതിന്റെ ബാക്കിൽ. അപ്പോൾ അദ്ദേഹം അവരോട് നേരെ വരില്ല. അല്ല, ഒരു ഓട്ടോ ഉണ്ടായിരുന്നു. എടുക്കല്ലേ ഞാൻ പറഞ്ഞതാ. പിന്നെ ഒരു ഓട്ടോ ഉണ്ടായിരുന്നു, ഓട്ടോറിക്ഷക്കാരൻ പോയി. വലിയ പ്രശ്നം, ചെറിയ പരിക്കുള്ള ആൾക്ക് വലിയ പ്രശ്നമൊന്നും. അപ്പോൾ വാഹനങ്ങളൊക്കെ ചെറിയ പരിക്കുള്ളൂ. ആ വാഹനങ്ങളൊക്കെ പിരിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ് സൈഡാക്കിക്കാണ്ട്. ഏതായാലും ആ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ചെറിയ പരിക്കുകളും ഇതൊക്കെ ഉള്ളൂ. വാഹനങ്ങൾക്ക് നല്ല പരിക്കുണ്ട്, ആളുകൾക്കൊന്നും പരിക്കില്ല. ഓട്ടോറിക്ഷക്കാർ പോയിട്ടുണ്ട്. നമ്മളെ ഫൈസലും ഇവരൊക്കെ ഇവിടെ ഉണ്ട് സജീവമായിട്ട്. ഹൈവേ പോലീസൊക്കെ എത്തിയിട്ടുണ്ട്. കൂരിയാട് പൊതുവെ വൈകുന്നേരം ആയാലേ ഗതാഗതക്കുരുക്ക് അതിരൂക്ഷമാണ്. അതുമായി ബന്ധപ്പെട്ട് മലപ്പുറം സ്റ്റോറീസ് ഒരു നിവേദനം അയച്ചിട്ടുണ്ട്. ഒരു ഹോംഗാർഡിനെ അല്ലെങ്കിൽ ഒരു പോലീസുകാരെ നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ട്. ഇന്ന് രാവിലെ പുലർച്ചെ ഒരു ലോറി അവിടെ ആക്സിഡൻ്റ് ആയിട്ടുണ്ട്. ആ ബാരിക്കേഡുമ്പിൽ ഡിവൈഡറുമ്പിൽ തട്ടിക്കാണ്ട് അത് രാവിലെ മലപ്പുറം സ്റ്റോറീസ് ഇവിടെ വീഡിയോ മലപ്പുറം സ്റ്റോറീസിൽ ചെയ്തിരുന്നു. അതിലും ഭാഗ്യത്തിന് രക്ഷപ്പെട്ട അപകടമൊന്നുമില്ലാതെ. അപ്പോൾ ഇത് വൈകുന്നേരം വീണ്ടും ആ ലോറി ഇന്ന് രാവിലെ തട്ടിയ അതിൻ്റെ കുറച്ച് മുമ്പിലായിട്ട് പാലം കഴിഞ്ഞതിന് ശേഷം ആണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതിലെ വാഹനത്തിൽ യാത്ര ചെയ്തിരുന്ന ആളുകൾക്ക് ചെറിയ പരിക്കുകളുണ്ട്. അവർ MKGയിലാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഏതായാലും വലിയൊരു ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറയാം. ഇപ്പോൾ അപകടം പറ്റിയ വാഹനത്തിൽ ഒരാൾ പറഞ്ഞത് ഇവിടെ ഭയങ്കര ഗതാഗതക്കുരുക്ക് ബ്ലോക്കിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ മറ്റ് വാഹനങ്ങളൊക്കെ ആ ബ്ലോക്കിൽ പെട്ട് കിടക്കുമ്പോൾ ഈ വാഹനം, ഇപ്പോൾ ഈ കാണുന്ന ഈ വാഹനം അമിത വേഗതയിൽ വന്ന് ഈ സൈഡിലൂടെ വരുതി വന്നിട്ടാണ് മറ്റ് വാഹനങ്ങൾക്കൊന്നായിട്ട് അടിച്ചത് എന്നുള്ളതാണ് പറയുന്നത്. അത് മറ്റൊരു വാഹനത്തിലൊരാൾ പറഞ്ഞതാണ്. അപ്പോൾ ഏതായാലും വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറയാം. വാഹനം ഭയങ്കര വേഗതയിൽ വന്നു, മറ്റു വാഹനങ്ങൾക്ക് ഇടിച്ചു എന്നുള്ളതാണ്, ഈ വാഹനങ്ങൾക്കൊക്കെ ഇടിച്ചു എന്നുള്ളതാണ് പറയുന്നത്.